പൗരത്വ നിയമത്തിനെതിരെ കേരളത്തിൽ ഇടതു സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൗരത്വ നിയമത്തിന്റെ സർക്കാർ വിജ്ഞാപനം കത്തിച്ചു. നാടിനെ ഭിന്നിപ്പിക്കുന്ന, ജനതയെ വിഭജിക്കുന്ന BJP സർക്കാരിന്റെ വർഗീയ അജണ്ടയ്ക്കെതിരെ കേരളത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പൗരത്വ നിയമത്തിനെതിരെ കേരളത്തിൽ ഇടതു സംഘടനകളുടെ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AG's ഓഫീസിന് മുന്നിൽ CPI നേതാവും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വിഭജിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഹിന്ദു രാജ്യത്തിലേക്ക് പോകുന്നു. അതിന്റെ പടിയാണിതെന്നാണ്. അത് നമ്മുടെ രാജ്യം ഒരിക്കലും അനുവദിക്കില്ല. അതാണ് നേരത്തെ സഖാവ് വിജയകുമാർ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അവർ മത നിരപേക്ഷ വിശ്വാസികളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ദളിതരുമെല്ലാം. ആ നാട്ടിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു പടി കൂടി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ മുസ്ലിം സമുദായത്തെയാണ് നോട്ടമിട്ടതെങ്കിൽ നാളെ ക്രിസ്ത്യൻ സമുദായത്തിൽ നോട്ടമിടും, മറ്റ് സമുദായത്തിൽ നോട്ടമിടും. അവസാനം ഹിന്ദു രാജ്യമെന്ന അവന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ പരിശ്രമിക്കും. പൗരത്വ നിയമത്തിന്റെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാർ കത്തിച്ചു. പൗരത്വ നിയമം നടക്കില്ല, കേരള മണ്ണിൽ നടക്കില്ല. കേട്ടോളൂ കേട്ടോളൂ നരേന്ദ്രമോദി കേട്ടോളൂ. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. ഇടതുമുന്നണി നേതാക്കളായ M വിജയകുമാർ, C ജയൻ ബാബു, മാങ്കോട് രാധാകൃഷ്ണൻ, പുഷ്പലത തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.